ഹലോ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്നത്തെ റെസിപ്പി ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ്. ഇതൊരു സൂപ്പർ റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ ഫ്രൈ ചെയ്യുന്നത് എയർ ഫ്രയറിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി കോളിഫ്ലവർ നന്നായി കഴുകി വൃത്തിയാക്കി സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ 2 കപ്പ് വെള്ളമൊഴിച്ച് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ബോയിൽ ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഒരു 2 മിനിറ്റോളം ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് 2 മിനിറ്റോളം കുക്ക് ചെയ്താൽ മതി, ഓവർ കുക്ക് ആവരുത്. 2 മിനിറ്റ് ആയാൽ നമുക്കത് സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മാരിനേഷന് വേണ്ട മസാല പ്രിപ്പയർ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗൾ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ആഡ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോസ് ഒഴിക്കുന്നത് കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്താൽ മതി. കോളിഫ്ലവർ കുക്ക് ചെയ്തപ്പോൾ ഓൾറെഡി നമ്മൾ 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നത് എയർ ഫ്രയറിലാണെങ്കിൽ മാത്രം ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓയിലാണ് നിങ്ങൾ ഫ്രൈ ചെയ്യുന്നതെങ്കിൽ ഒലീവ് ഓയിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ഭാഗം നാരങ്ങ സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. നല്ല കളർ കിട്ടുന്നതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ കോളിഫ്ലവർ നന്നായി കൂളായിട്ടുണ്ട്. നമുക്ക് കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാല കോളിഫ്ലവറിൽ എല്ലാ ഭാഗത്തും നന്നായി പിടിക്കുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് 1 അവർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ കോളിഫ്ലവർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 അവർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് എയർ ഫ്രയർ ബാസ്ക്കറ്റ് എടുക്കാം. അതിലേക്ക് ഒരു ഫോയിൽ പേപ്പർ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒലീവ് ഓയിലാണ്. ഇനി കോളിഫ്ലവർ സിംഗിൾ ലെയറായിട്ട് നമുക്കത് നിരത്തി കൊടുക്കാം. കോളിഫ്ലവർ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എയർ ഫ്രയർ ബാസ്ക്കറ്റ് എയർ ഫ്രയറിൽ വെക്കാം. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കോളിഫ്ലവർ
ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ബ്രൊക്കോളി ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തത്. 150 ഡിഗ്രിയിൽ 8 മിനിറ്റ് ആണത്. ഫോർ മിനിറ്റ് ആയപ്പോൾ ഷെയ്ക്കെല്ലാം ഓണായി. ആ സമയത്ത് നമുക്ക് കോളിഫ്ലവർ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒരു 3 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് കുറച്ച് കറി ലീവ്സ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. 8 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തപ്പോൾ കോളിഫ്ലവർ ഒന്നുകൂടി ഫ്രൈ ആവാനുണ്ട്. അതുകൊണ്ട് ഞാനൊരു 4 മിനിറ്റ് കൂടി 150 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ടോട്ടൽ 12 മിനിറ്റ് കുക്ക് ചെയ്തപ്പോൾ തന്നെ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള കോളിഫ്ലവർ കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 150 ഡിഗ്രിയിൽ 12 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും കോളിഫ്ലവർ ഫ്രൈ ഇഷ്ടമായില്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, വളരെ ക്രിസ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഈവനിങ് സ്നാക്കായിട്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഐറ്റമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.